പാകിസ്ഥാൻ ഇപ്പോൾ വല്ലാത്തൊരു സമ്മർദ്ദത്തിലാണ്. സമ്മർദ്ദത്തിന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ ഒന്നിച്ചതിൽ, അല്ലെങ്കിൽ ആ ഒന്നിക്കുന്ന കൂട്ടത്തിൽ തുർക്കിയും ഈജിപ്തും അടക്കം ചില രാജ്യങ്ങൾ ചേർന്ന് നിന്നുകൊണ്ട് ഒരു മുസ്ലിം നാറ്റോ ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അതിൽ നിന്ന് തുർക്കി ഇപ്പോ പതിയെ ഒന്ന് പിന്മാറി. അതിന്റെ ആവശ്യം ഇപ്പൊ ഇല്ല എന്നാണ് തുർക്കി പറയുന്നത്. ഈ ഒരു പിന്മാറ്റം പാകിസ്ഥാനെ വല്ലാതെ ഒന്ന് അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. തുർക്കിയും കൂടെ വരുമ്പോൾ തുർക്കി നാറ്റോയിൽ അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും വലിയ സൈനിക ശക്തിയാണ്. ഇപ്പോൾ ആ ഒരു ബലത്തിലൊക്കെ വലിയ ഭീകര പ്രവർത്തനങ്ങൾ ചെയ്യാം, ശത്രു രാജ്യങ്ങളെ ആക്രമിക്കാം എന്നൊക്കെ വിചാരിച്ചപ്പോൾ അവിടെ നിന്നൊരു പണി കിട്ടിയ പോലെയാണ് പാകിസ്ഥാൻ. മറ്റൊരു വലിയ പ്രശ്നം ഈ ബലൂചിസ്ഥാൻ. ആഭ്യന്തരമായി പാകിസ്ഥാനെ അത് കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ബലൂജികൾക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ കുറേ നാളുകളെ ഞങ്ങൾ വേണമെങ്കിൽ ഇന്ത്യയോടൊപ്പം ചേരാം, ഇല്ലെങ്കിൽ ഞങ്ങളെ പ്രത്യേകം ഒരു സംസ്ഥാനമാക്കി അല്ലെങ്കിൽ രാജ്യമാക്കി മാറ്റണം എന്നാണ് അവർ പറയുന്നത്. ഇപ്പോ ബലൂജികളുടെ വീണ്ടും ഒരു വല്ലാത്തൊരു നീക്കം, ഈ കൊറ്റയൊക്കെ അവർ പിടിച്ചെടുത്തു എന്നൊക്കെ അതിശയോക്തിപരമായി പലരും പറയുന്നുണ്ട്. എങ്കിൽ പോലും ഈ പാകിസ്ഥാനെ ഇപ്പോ നിലവിൽ അസ്വസ്ഥപ്പെടുത്തുന്ന ബലൂജികളുടെ നീക്കങ്ങൾ എന്തൊക്കെയാണ്? ബലൂജിന്റെ ഇപ്പോഴത്തെ നീക്കത്തിന്റെ പിന്നിൽ ഇറാന്റെയും ഇന്ത്യയുടെയും സഹായമുണ്ട് എന്നാണ് അവർ പറയുന്നത്. അപ്പൊ അതിൽ തന്നെ ഇന്ത്യയുടെ സഹായമുണ്ട് എന്ന് പറഞ്ഞത് ഇന്ത്യ നിഷേധിച്ചിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ദൗർബല്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പരാജയങ്ങൾ എപ്പോഴും ഇങ്ങനെ മറ്റൊരു രാജ്യത്തിന്റെ തലയിൽ വെക്കുന്ന സ്വഭാവം ദൗർബല്യമാണെന്ന് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും ഇത് കൂടുതൽ ശക്തമാകാനുള്ള കാരണമെന്ന് പറയുന്നത് അമേരിക്കയും പാകിസ്ഥാനുമായിട്ട് ഒരു ചെറിയ ഭിന്നത വന്നിട്ടുണ്ട്. അതായത് ഇസ്ലാമിക് നാറ്റോയിൽ നിന്ന് തുർക്കി പിന്മാറിയതിന്റെ പിന്നിൽ അമേരിക്കൻ സമ്മർദ്ദമാണ് എന്നാണ് പാകിസ്ഥാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അമേരിക്കയുടെ ഡബിൾ റോൾ, ആ ഡബിൾ റോളിൽ പതിയെ ഇവര് ചൈനയുമായിട്ട് പഴയ ബന്ധം സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇത് കൂടാതെ സോവിയറ്റ് യൂണിയനുമായിട്ട് എങ്ങനെയെങ്കിലും അടുക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നുണ്ട്. പിന്നെ ഇവരുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള പ്രശ്നങ്ങൾ, അപ്പൊ അവരുമായിട്ട് രമ്യതയിലേക്ക് പോകാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഇപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ തീവ്രവാദ വളർത്തു കേന്ദ്രം അല്ലെങ്കിൽ അതിന്റെ ഹാച്ചറിയായി മാറിയിരിക്കുന്ന പാകിസ്ഥാനിലെ ആഭ്യന്തര കലാപം രൂക്ഷമാകാനുള്ള അടിസ്ഥാന കാരണങ്ങളൊന്ന് അവരുടെ സൈന്യത്തിന് വേണ്ടത്ര ഫണ്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതായത് ഇതിനെ പ്രതിരോധിക്കണമല്ലോ, സൈനികരെ കൊന്നൊടുക്കുന്നുണ്ട്, തന്ത്രപ്രധാനമായ പോസ്റ്റുകളിൽ ഈ പറയുന്ന വിമോചന പോരാളികൾ പിടിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ സൈനികർക്ക് വേണ്ടത്ര വെടിക്കോപ്പുകളോ അല്ലെങ്കിൽ അവിടെ എത്തപ്പെടാനുള്ള സൗകര്യങ്ങളോ ഒരുക്കുന്നതിലുള്ള ഫണ്ടിന്റെ വീഴ്ച കാരണം അവർക്ക് പെട്രോൾ അടിക്കാൻ പോലും അല്ലെങ്കിൽ ഡീസൽ അടിക്കാൻ പോലും പറ്റുന്നില്ല എന്നൊരു റിപ്പോർട്ട് വരുന്നുണ്ട്. ഇതിന്റെ എല്ലാം അടിസ്ഥാന കാരണം പാകിസ്ഥാന്റെ സാമ്പത്തിക സ്ഥിതി വളരെയേറെ തകർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഈ കഴിഞ്ഞയിടക്ക് അവർക്ക് കുറെ ധനസഹായം ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് കിട്ടിയിരുന്നു. പക്ഷെ ആ കിട്ടിയ പണം മൊത്തം സൈന്യം വാങ്ങിച്ചു കൊണ്ടുപോയി, അത് അവിടുത്തെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിയില്ല. സ്വാഭാവികമായിട്ടും ബലൂചിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ബലൂചിസ്ഥാനെ പണ്ടേ ഇവർ അവഗണിച്ചിട്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴും അത് തന്നെ. പാകിസ്ഥാന്റെ സാമ്പത്തിക സ്ഥിതി എത്രമാത്രം മോശമാകുന്നു, അതിന്റെ ഏറ്റവും വലിയ കെടുതി അനുഭവിക്കേണ്ടി വരുന്നത് ബലൂചുകളാണ്. ബലൂചുകൾക്കറിയാം ഞങ്ങളുടെ ധാതു സമ്പത്തും ഞങ്ങളുടെ ഈ പ്രദേശത്തിന്റെ വലിപ്പവും ഒക്കെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ പാകിസ്ഥാൻ അവരെ ആ രീതിയിലേക്ക് സഹായിക്കുന്നില്ല, തിരിച്ച് നികുതി പണത്തിന്റെ കാര്യത്തിൽ പോലും. അപ്പോൾ നമ്മുടെ ഇന്ത്യയുമായിട്ട് ഇവർ രഹസ്യ ചർച്ച നടത്തുവാനായിട്ട് ശ്രമിച്ചിരുന്നു, അല്ലെങ്കിൽ അത് ഇന്ത്യയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലല്ലാത്ത ഗ്രൂപ്പുകളുമായിട്ടും ചർച്ച നടത്താൻ ശ്രമിച്ചിരുന്നു. പക്ഷെ ഇന്ത്യ ഗവൺമെന്റ് ഇവിടെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ബലൂചുകൾക്ക് ഇപ്പൊ ഇന്ത്യ സ്വാതന്ത്ര്യം വാങ്ങിച്ചു കൊടുത്താൽ വലിയൊരു ചീത്തപ്പേരിന്റെ കേൾക്കേണ്ടി വരും. ഇന്ത്യ സാധാരണ ഇതുവരെ മറ്റു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാത്ത സമീപനമാണ് പരസ്യമായി സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പരസ്യമായിട്ട് ഇടപെട്ട് സൈനിക നീക്കം നടത്തിയാലോ സൈനിക സഹായം ചെയ്താലോ ബലൂചുകൾക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാനായിട്ട് സാധിക്കും. അതിന് ഇന്ന് ഇന്ത്യ അല്ലാതെ മറ്റൊരു ആശ്രയമില്ല എന്ന് നമുക്കറിയാം. പിന്നെ നമ്മുടെ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള സഹായം എന്ന് പറയുന്നത് തന്ത്രപ്രധാനമായൊരു സഹായമാണ്. കാരണം ഇറാനും ഈ ഭാഗവുമായിട്ട് അതിർത്തിയുണ്ട്. അപ്പൊ അവരുടെ അതിർത്തി വിപുലപ്പെടുത്തുവാനും പാകിസ്ഥാനും ഇവരും തമ്മിലുള്ള ഭിന്നതകൾക്ക് ആ രീതിയിൽ ഒരു പരിഹാരം ഉണ്ടാക്കാനും അവർ ശ്രമിക്കുന്നുണ്ട്. ഈ രണ്ട് സ്ഥലത്തുമായിട്ട് കേന്ദ്രീകരിച്ച് പാകിസ്ഥാന്റെ ഈ തീവ്രവാദ പ്രവർത്തനമുണ്ട്. അതായത് ബലൂച്ച് കേന്ദ്രീകരിച്ചുമുണ്ട്, ഇറാൻ കേന്ദ്രീകരിച്ചും പ്രവർത്തനം നടക്കുന്നുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളെ ഇല്ലാതാക്കണമെങ്കിൽ ഈ പ്രദേശം സ്വാതന്ത്ര്യത്തിലേക്ക് വന്നാൽ അത് സഹായിക്കുമെന്നാണ് ഇറാന്റെ കണക്കുകൂട്ടൽ. പക്ഷെ ഇറാന് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇവരെ സഹായിക്കാൻ പറ്റുകയില്ല. പാകിസ്ഥാൻ ശരിക്കും പെട്ടു നിൽക്കുന്നത് കൊണ്ടാണ് ബലൂച്ചുകൾ ഇത്രമാത്രം ആക്റ്റീവ് ആകുന്നത്. പക്ഷെ രഹസ്യമായി കേൾക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, സജീവമായി പാകിസ്ഥാന് പുറത്തുള്ള രാജ്യങ്ങൾ ഇവർക്ക് സാമ്പത്തിക സൈനിക പിന്തുണ നൽകുന്നു എന്നുള്ളതാണ്. അത് അതിർത്തി വഴി രഹസ്യമായിട്ട് എത്തിക്കുന്നു. ഇതുകൂടാതെ മ്യാൻമാറിലെ ഭരണകൂടത്തിനെ എതിർക്കുന്ന വിമതന്മാരുണ്ട്. അവർക്ക് കിട്ടുന്ന ഈ ഇതുണ്ടല്ലോ ആയുധങ്ങൾ,
അതും ഇവരുമായിട്ട് ഷെയർ ചെയ്യുന്നു എന്നതാണ് ഏറ്റവും അവസാനം നമ്മൾ അരക്കൻ ആർമിയുടെ അരക്കൻ ആർമി. ഈ അടുത്ത കാലത്താണ് നേരത്തെ ഒന്നും ബലൂജികൾക്ക് ഇത്രയും വലിയ ആയുധങ്ങളോ പാകിസ്ഥാനോടൊപ്പം പിടിച്ചു നിൽക്കാൻ അല്ലെങ്കിൽ ആ സൈനികരുടെ പിന്നെ നീക്കത്തിനെതിരെ പിടിച്ചു നിൽക്കാനോ കഴിഞ്ഞില്ല. ഈ അടുത്ത സമയത്താണ് എനിക്ക് തോന്നുന്നു 2-3 വർഷത്തിനിടയ്ക്കാണ് ഈ ഏറ്റവും നല്ല സൈനികപരമായ എല്ലാ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ മികച്ച ആയുധങ്ങള് പിന്നെ ഈ സൈനികരിടും പോലത്തെ ബൂട്ടുകള് വസ്ത്രങ്ങൾ അടക്കം ഇവർക്ക് കിട്ടി തുടങ്ങി. പക്ഷെ അത് എവിടെ നിന്നാണെന്ന് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നുണ്ട്. പലരും അത് ഇന്ത്യ ഇതുവരെ എനിക്ക് തോന്നുന്നു അതിലൊരു മറുപടി പറഞ്ഞു. പക്ഷെ ഇപ്പൊ ഇന്ത്യ പറയുന്നുണ്ട് ഞങ്ങൾ ബലൂചിസ്ഥാനെ സഹായിച്ചിട്ടില്ല എന്നുള്ളത്. ഇവർക്ക് ഏറ്റവും താല്പര്യം ഇന്ത്യയോടൊപ്പം ചേരുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ഞങ്ങളെ സ്വതന്ത്രരാക്കൂ, ഞങ്ങൾ ഞങ്ങളുടേതായ രീതി. കാരണം ഏറ്റവും കൂടുതൽ ധാതുക്കൾ ഉള്ളത് ബലൂചിസ്ഥാനിലാണ്. അപ്പൊ ഈ ധാതുക്കൾ മുഴുവൻ ഇവരടിച്ചു മാറ്റിക്കൊണ്ട് ഇവർ പോയിട്ട് ഇവർക്കൊന്നും കൊടുക്കുന്നുമില്ല, എന്നാൽ കൊണ്ടുപോയി ജീവിക്കുന്നത് മുഴുവൻ ഇവരുടെ ധാതുക്കളുമാണ്. ഇപ്പൊ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പുറത്തു നിന്നുള്ള ശത്രുക്കളുടെ ആവശ്യമില്ല. അതിർത്തിയിൽ അഫ്ഗാനിസ്ഥാനികളെ കൊണ്ട് പൊറുതിമുട്ടി കിടക്കുന്നു. പിന്നെ ഈ അഫ്ഗാനിസ്ഥാനികൾ കുറെ ആളുകൾ പാകിസ്ഥാനുള്ളിൽ തന്നെ ഉണ്ട്. ഇവർ അവിടെ ചാരപ്പണി നടത്തുന്നു എന്നാണ് പറയുന്നത്. അതുവഴി പാകിസ്ഥാന് വല്ലാത്ത തലവേദന ഉണ്ടാക്കുന്നു. മറ്റൊരു ഭാഗത്ത് പാകിസ്ഥാനുള്ളിൽ തന്നെ ബലൂജികൾ അവരെ പാകിസ്ഥാനെ തീർത്തു കെട്ടാനുള്ള എല്ലാ, അതായത് ഈ പാകിസ്ഥാൻ ആർക്കൊക്കെയാണോ ശത്രുത അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് വെല്ലുവിളി ഉയർത്തുന്നത് അവരൊന്നും പാകിസ്ഥാനെ തീർക്കണ്ട, പാകിസ്ഥാൻ അകത്തുള്ള ബലൂജികൾ തന്നെ പാകിസ്ഥാനെ തീർത്തോളൂ എന്നുള്ളതാണ്. കാരണം കാലാകാലങ്ങളായി അവരെങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ഇപ്പൊ ഇന്ത്യക്കകത്ത് കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ മുഴുവൻ വേട്ടയാടിക്കൊണ്ടിരുന്നാൽ കേരളം എന്താണ് ചെയ്യുന്നത് അതുപോലെയാണ് പാകിസ്ഥാനിൽ. അപ്പൊ അത്രത്തോളം അവര് ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ കൂടുതൽ എന്താ പറയുക ശക്തി ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാനെ തകർക്കാൻ അല്ലെങ്കിൽ തീർക്കാനുള്ള പദ്ധതികൾ വേറെ ആരും ചെയ്യേണ്ട, അവര് തന്നെ ചെയ്തോളൂ. അല്ല, അവിടെ തന്നെ പഷ്തൂൺ മേഖലയുണ്ട്, ഖൈബർ പഷ്തൂൺ മേഖല. അവര് അതിശക്തമായിട്ട് പാകിസ്ഥാനെതിരെ ഉള്ള ആഭ്യന്തര കലാപം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പഷ്തൂൺ വിഭാഗത്തിന് സഹായം കിട്ടുന്നത് പൊതുവെ അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ്, അതിർത്തിയിലാണ്. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവര് ഇറാനുമായിട്ടാണ് ഇവർക്ക് കൂടുതൽ സമ്പർക്കത്തിനുള്ള സാധ്യത, ഇന്ത്യയുമായിട്ടും കുറച്ച് സാധ്യതയുണ്ട്. പക്ഷെ നമ്മളുടെ അജിത് ഡോവൽ വന്ന ദേശീയ സുരക്ഷാ സെക്രട്ടറി ഉപദേഷ്ടാവൊക്കെ അദ്ദേഹം വന്നതിന് ശേഷമാണ് പാകിസ്ഥാൻ ഇത്ര രൂക്ഷമായ ഈ കാര്യം ഉണ്ടാകുന്നതെന്ന് പാകിസ്ഥാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് അന്താരാഷ്ട്ര ഗൂഢാലോചനയുണ്ടെന്നാണ് പാകിസ്ഥാന്റെ ആരോപണം. അതില് അന്താരാഷ്ട്ര ഗൂഢാലോചന വെച്ചാൽ ഇന്ത്യയും ഇറാനും തമ്മിൽ വളരെ നല്ലൊരു ബന്ധത്തിലാണ്. വളരെ നല്ല ബന്ധം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അവിടെ സ്വന്തമായിട്ട് തുറമുഖം പോലും പ്രവർത്തിക്കാനുള്ള അവസരം തന്നൊരു രാജ്യമാണത്. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം പോലും അവരുടെ വിദേശകാര്യമന്ത്രി പറയുകയുണ്ടായി, അതായത് പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഉള്ള ചരിത്രപരമായ ബന്ധമാണ് ഇന്ത്യയുമാണ്. അത് US-ന്റെ കാര്യം പറഞ്ഞതാണ്. അപ്പൊ നമ്മൾ ഒരേ കാലഘട്ടത്തിൽ പാകിസ്ഥാൻ നമ്മളൊരു അക്രമത്തിന് സാധ്യതയുണ്ടെന്ന് പറഞ്ഞപ്പോഴും ഇറാൻ ഇടപെട്ടിരുന്നു. പാകിസ്ഥാൻ അവിവേകം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇറാന്റെ പ്രശ്നങ്ങൾ ഇറാനും അതിർത്തിയിൽ കാണിക്കും എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇറാൻ അത് ഗണ്യമായി ഇവരെ സഹായിക്കുന്നു എന്നുള്ളത് പാകിസ്ഥാന്റെ ആരോപണമാണ്. പക്ഷെ പാകിസ്ഥാൻ ഇറാനെതിരെ അന്താരാഷ്ട്ര വേദികളിൽ പറഞ്ഞാൽ അതിന് വലിയ വാല്യൂ കിട്ടുകയില്ല. കാരണം ഇറാൻ ഓൾറെഡി പ്രശ്നത്തിലാണ്. പിന്നെ പാകിസ്ഥാന്റെ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ആവശ്യമില്ല. തന്നെയുമല്ല, പാകിസ്ഥാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇറാന്റെ വൈര്യം കൂടുകയേ ഉള്ളൂ. ഇവർ തമ്മിൽ ഇടയ്ക്ക് ചർച്ചയും നടക്കുന്നുണ്ട്. പരസ്പര വിശ്വാസമില്ലാത്ത നയതന്ത്രമാണ് ആ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ളത്. എന്നാൽ ഇന്ത്യക്കെതിരെ പറയുന്നതിന്റെ കാര്യം നമ്മൾക്കിതിൽ പങ്കാളിത്തമില്ലെന്നും ഒന്നും വിശ്വസിക്കാനുള്ള നിഷ്കളങ്കത ലോകത്ത് ആർക്കുമില്ല. ഇന്ത്യക്ക് ഇതിൽ ഒരു പങ്കുമില്ലെന്നുള്ളത്. പക്ഷേ നമ്മൾക്കെതിരെ പറയുമ്പോൾ പാകിസ്ഥാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തിയതുപോലെയാണ് വായിക്കേണ്ടത്. അതായത് ഇന്ത്യയുമായിട്ട് ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കുകയില്ല, ലോകകപ്പ് 2020 കളിക്കുകയില്ലെന്ന് അവർ പറഞ്ഞില്ലേ. അതായത് പാകിസ്ഥാൻ ഇപ്പൊ ഇന്ത്യയുമായിട്ടുള്ളൊരു തുല്യത നഷ്ടപ്പെട്ടു പോയി. ഇന്ത്യയും പാകിസ്ഥാനും നേരത്തെ എപ്പോഴും അന്താരാഷ്ട്ര സമൂഹത്തിൽ കമ്പാരിസൺ ചെയ്യുന്ന ഒരു ശക്തികളായിരുന്നു. അത് പോയി, ഇന്ത്യ ഒരു വൻശക്തിയായി മാറി. അപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ആരോപണം ഉന്നയിക്കാൻ കിട്ടുന്ന സാധ്യത ഇതിൽ മാത്രമാണ്. ബാക്കി എല്ലാ സാധ്യതകളും പാകിസ്ഥാനെതിരെ നമ്മൾ ഉന്നയിക്കുന്ന ആരോപണങ്ങളാണ്. അപ്പൊ അതിനൊരു മറുപടിയായിട്ട് അവർ ഉപയോഗിക്കുന്നത് മാത്രം. എന്നാൽ ഇപ്പോൾ ഇന്ത്യ ചെയ്യുന്നു എന്ന് സ്വതന്ത്ര മാധ്യമ പ്രവർത്തകർ, പ്രത്യേകിച്ച് വിദേശ മാധ്യമ പ്രവർത്തകർ പറയുന്ന കാര്യം ഇതാണ്: പാകിസ്ഥാൻ നമ്മളോട് ഒരിക്കൽ ചെയ്ത ഫേക്ക് കറൻസി എന്ന് പറയുന്ന, ഇപ്പൊ പാകിസ്ഥാന്റെ ഫേക്ക് കറൻസി ധാരാളമായിട്ട് ആരുടെ കയ്യിലുണ്ട്? ഇന്ത്യയുടെ കയ്യിൽ അല്ല, ബലൂജികളുടെ കയ്യിൽ എത്തുന്നുണ്ട്. നേരത്തെ ഒരു ചോദ്യം ചോദിച്ചില്ലേ, ഇവർക്ക് ഇത്ര ആയുധങ്ങൾ. അപ്പൊ ഈ ബലൂജികളുടെ കയ്യിൽ കിട്ടുന്ന ഈ പാകിസ്ഥാന്റെ ഫേക്ക് കറൻസി കൊണ്ടാണ് പാകിസ്ഥാനെതിരെ അവര് ഈ പടക്കോപ്പുകൾ വാങ്ങിച്ച് യുദ്ധം ചെയ്യുന്നത്. ആ പടക്കോപ്പുകൾ പാകിസ്ഥാനിൽ തന്നെ ലഭ്യമാണ്.
നമ്മുടെ ഇന്ത്യയെ പോലെയല്ല പാകിസ്ഥാന്റെ ആയുധ മാർക്കറ്റ് എന്ന് പറയുന്നത്. അവിടെ ആയുധങ്ങൾ വാങ്ങിക്കുക ഇത്രയേറെ പ്രയാസമാണ്. നമുക്കിപ്പോൾ ഒരു തോക്ക് വാങ്ങിക്കണമെങ്കിൽ കളക്ടറുടെ റിപ്പോർട്ടും ഒരുപാട് ഒന്നുമില്ല. അമേരിക്കയിൽ കടയിൽ വാങ്ങിക്കുന്ന പോലെ തന്നെ ഏകദേശം പാകിസ്ഥാനിലും അങ്ങനെ കിട്ടുന്ന ഒരവസ്ഥയുണ്ട്. അപ്പൊ പാകിസ്ഥാൻ ഉണ്ടാക്കുന്ന തീവ്രവാദികൾക്ക് കൊടുക്കാൻ വേണ്ടിയും ഉൾപ്പെടെ ഉണ്ടാക്കുന്ന ആയുധങ്ങൾ ഇവർ പണം കൊടുത്ത് പാകിസ്ഥാനെതിരെ കള്ളനോട്ട് അച്ചടിച്ച് ആ പണം കൊണ്ടാണ്. പക്ഷെ ഈ അച്ചടിയുടെ പിന്നിൽ ഈ സാങ്കേതികവിദ്യ ബലൂച്ചുകൾക്കില്ല. അത് ഇന്ന് ഉള്ള രാജ്യം എന്ന് പറയുന്നത് തൊട്ട അയൽപക്കത്ത് കിടക്കുന്ന രാജ്യമാണ്. അത് ഇന്ത്യയാണെന്ന് പാകിസ്ഥാൻ പറയുന്നുണ്ട്.